നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജനുവരി മാസം 3-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രം നല്ല നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ്. എങ്കിൽ പോലും ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ അധിപനാരെന്ന് ചോദിച്ചാൽ ശനിയാണ്. അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ് ഈ ദിവസം തന്നെ. ശനിയുടെ ആധിക്യമുള്ള ദിവസമാണ്. അതുകൊണ്ട് ഇന്നത്തെ കാര്യങ്ങളെല്ലാം, ശനി എന്ന് പറയുമ്പോൾ മന്ദത ഉള്ള ഗ്രഹമാണ്. കുറച്ച് എല്ലാ കാര്യങ്ങൾക്ക് ഇഴച്ചിലുള്ള ഗ്രഹമാണ് ശനി. അപ്പോൾ ശനിയുടെ മന്ദീഭാവം ജാതകപ്രകാരം ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് ശനി നിലനിൽക്കുന്ന ദിവസമാണ്. നക്ഷത്രം നല്ലതാണെങ്കിൽ പോലും ഓരോ കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാവും എന്ന് കണ്ടുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾക്ക് പോകണം. അത്ര കണ്ട് കാര്യങ്ങൾ ശുഭമായി കലാശിക്കില്ല. അതുകൊണ്ട് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് ഉത്തമം. മാത്രമല്ല, നമ്മളുടെ ജാതക പ്രകാരം നോക്കുമ്പോൾ, ഇന്നത്തെ ദിവസത്തെ ജാതകം പരിശോധിക്കുമ്പോൾ, ഇന്ന് തിരുവാതിര നക്ഷത്രമാണ്. ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ ദിവസം അവരുടെ ബർത്ത്ഡേ വരെയാണ്. തിരുവാതിരയിൽ ബർത്ത്ഡേ വരെയാണ്. ബർത്ത്ഡേ വന്നവർ കൂടുതൽ സൂക്ഷിക്കണം. കാരണം നമുക്കൊക്കെ ഇന്നത്തെ ഒരു ദിവസമേ കൊള്ളാതെ ഉള്ളൂ. പക്ഷേ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ദുരനുഭവങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് എന്തൊക്കെ ദുരനുഭവങ്ങളുണ്ടാവും? തടസ്സഭാവം കൂടും, ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കും, മാനസിക അസ്വസ്ഥത വർദ്ധിക്കും, അപകടങ്ങൾ വരും, അതുപോലെ ശത്രുഭയം കൂടും, കാര്യതടസ്സം ഉണ്ടാക്കും. അപ്പോൾ ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളും ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ വന്നു, അയ്യോ ദിവസത്തെ മാറ്റുകയും പേടിക്കുകയല്ല ചെയ്യേണ്ടത്, ഇത് നമുക്ക് എന്ത് ചെയ്യാം എന്ന് പ്രതിവിധി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിവിധി പ്രകാരം ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം, ശനി വ്രതം നോക്കണം, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം, ശനീശ്വര യന്ത്രം ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ഒരു ത്യാഗരക്ഷ ഒരു വർഷത്തേക്ക് നമ്മൾ പ്രൊട്ടക്ഷനായിട്ട് കെട്ടിയിടുക. ഇതൊക്കെ നമുക്കൊരു 50% ദോഷത്തെ ഇല്ലാതാക്കാൻ സഹായിക്കും. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് പോകുമ്പോഴും ഇന്ന് രാഹു കാല സമയവും കൂടി നോക്കി യാത്ര തിരിക്കണം. രാഹു വരുന്നത് 9 തൊട്ട് 10:30 മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സമയമല്ല. 9:37 തൊട്ട് ആരംഭിക്കും. 11:03 വരെ രാഹുകാല സമയമുണ്ട്. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ തന്നെ ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവും എല്ലാ ദിവസവും ഈ സമയമുണ്ട്. ആ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ്. പ്രപഞ്ചശക്തി അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ് ഈ സമയം. അപ്പോൾ ഗുളിക കാല സമയം വരുന്നത് 6:46 തൊട്ട് 8:12 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 1:55 തൊട്ട് 3:20 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ, നമുക്കിന്ന് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കാം. മുഹൂർത്തങ്ങളുടെ രാജാവായിട്ട് അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും നിലനിൽപ്പുണ്ട്. ആ സമയത്ത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇന്ന് ഉണ്ട് 12:05 തൊട്ട് 12:53 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇതിൽ 48 മിനിറ്റ് 44 മിനിറ്റ് കൊടുക്കാം. 4 മിനിറ്റ് നേരം അനുകൂലപ്രദമല്ല. അതായത് 12:27 തൊട്ട് 12:31 വരെ 4 മിനിറ്റ് നേരം ശുഭപ്രദമല്ല. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ശനിയുടെ കളറായ നീലയോ കറുപ്പോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് യാത്ര തിരിക്കുന്നത് ശനിയുടെ ആളായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ശനിയുടെ കളർ അതാണ്. ആ കളറിൽ പോകുമ്പോൾ ശനി നമ്മളെ പ്രീതിപ്പെടുത്തും. ശനി നമ്മളുമായിട്ട് ചേർന്ന് പോവും, നമുക്ക് നെഗറ്റീവ് കുറയ്ക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.